നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫ്രാങ്ക് മാർഷലിന്റെ രസകരമായ മറ്റൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1894 ഇത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിലുള്ളൊരു ഗെയിമാണ്. ഈ ഗെയിം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം 15-16 വയസ്സ് മാത്രമായിരിക്കും പ്രായം. റോബർട്ട് ഷോർട്ട് എന്ന ചെസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. ഈ ഗെയിമിൽ മാർഷൽ വൈറ്റ് സൈഡും ഷോർട്ട് ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇറ്റാലിയൻ ഗെയിമിന്റെ ഗ്യൂക്കോപ്പ് എന്ന വേരിയേഷൻ ആണ്. മാർഷൽ ആദ്യം തന്നെ ഒരു ഗാംബിറ്റിലേക്ക് പോവുകയാണ്. B4 മൂവ് ചെയ്തുകൊണ്ട് ഇവാൻസ് ഗാംബിറ്റ് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്കിനുമ്പോൾ ഈ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. എന്നാൽ ബ്ലാക്ക് അത് ഡിക്ലൈൻ ചെയ്യാണ്. ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് C3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്ത ശേഷം കിങ്സ് എല്ലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത ബിഷപ്പിന്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ D4ലെ പോണിനെതിരെ ബ്ലാക്കിന് 3 പീസിൽ വെച്ച് അറ്റാക്ക് ഉണ്ട്. എന്നാൽ ആ പോണിനിപ്പോൾ പോണിന്റെയും ക്വീന്റെയും സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഈ നൈറ്റ് പിന്നിങ്ങിലായതുകൊണ്ട് ഈ സപ്പോർട്ട് കണക്കാക്കാൻ പറ്റില്ല. ബ്ലാക്ക് ആ അവസരം ഉപയോഗപ്പെടുത്താണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോൺ ഇട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചുവിട്ടുന്നതോടെ വൈറ്റിനെ റൂക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള സാക്രിഫൈസുകളിലൂടെ എതിരാളികളെ ഞെട്ടിക്കുക എന്ന രീതി അദ്ദേഹം കരിയറിന്റെ ആദ്യം മുതൽ തന്നെ ഫോളോ ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവാണ് അടുത്ത മൂവ്. ഇവിടെയും അത്തരത്തിലൊരു സാക്രിഫൈസിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് F7ലെ പോയിന്റുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ബ്ലാക്കിന് വേണമെങ്കിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. ആ സമയത്ത് നൈറ്റ് വെച്ച് ചെക്ക് വന്നാലും ക്വീന് വെച്ച് തന്നെ വെട്ടിമാറ്റാം. ബിഷപ്പ് വെച്ച് ക്വീന് വെട്ടിയാലും ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടാം. ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിന് തിരിച്ചു വെട്ടിയാലും ഇവിടെ സാക്രിഫൈസ് ചെയ്തതിൽ ആ ഒരു നൈറ്റ് നഷ്ടം തന്നെയാണ്. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം മറ്റെന്തെങ്കിലും പ്ലാനുമായിട്ടാണോ അദ്ദേഹം കളിച്ചതെന്നും അറിയില്ല. എതിരാളിയെ ഒന്ന് ഞെട്ടിക്കുക എന്നതായിരുന്നു ഇവിടുത്തെ പ്രധാന ഉദ്ദേശം. അതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ബ്ലാക്ക് എന്തായാലും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. F8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് വേഗം ആ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടാണ് ബിഷപ്പിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E6ലെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇനി ഈ ബിഷപ്പും നൈറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്കിന്റെ പോൺ സ്ട്രക്ചർ വീക്കാകാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് വേഗം ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അറ്റാക്കുള്ള നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച് ഒരേ സമയം അറ്റാക്കും ഡിഫൻസും ചെയ്യാൻ കഴിഞ്ഞത് നല്ല മൂവായിട്ട് തോന്നുമെങ്കിലും ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നൈറ്റ് ഇവിടേക്ക് വന്നതോടെ ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ആയിരിക്കുകയാണ്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് വളരെ വ്യക്തമായൊരു പ്ലാനോട് കൂടിയാണ് വൈറ്റ് അടുത്ത മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യുന്നത് പോലുള്ള സിമ്പിൾ മൂവുകളൊന്നുമല്ല. H3 മൂവ് ചെയ്യുന്നു. വൈറ്റ് പ്ലാൻ ചെയ്യുന്ന അറ്റാക്ക് നടപ്പിലാക്കണമെങ്കിൽ ഈ നൈറ്റിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഇപ്പോൾ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പിന്നൊഴിവാക്കാൻ ബ്ലാക്ക് തയ്യാറല്ല. ആ പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ H5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് G4 മൂവ് കൊണ്ട് ആ ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ കിങ്സിലെ പോൺ സ്ട്രക്ചർ വീക്കായിട്ടുണ്ടെങ്കിലും ഈ പിന്നൊഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നൊഴിവായതോടെ വൈറ്റ് വേഗം പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് പോവുകയാണ്. നൈറ്റിനെ G7ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ E6ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കിങ് ചെക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് വേഗം ക്വീനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് അറ്റാക്ക് സ്ട്രോങ് ഒക്കെയാണ്. ആദ്യം നൈറ്റിനെ E6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്കിനിവിടെ ഇപ്പോൾ ശരിക്കും ഒരു സ്കോറിലേക്ക് മാറാൻ കഴിയുള്ളൂ. ഈ 2 സ്കോറിലേക്ക് മാറുകയാണെങ്കിൽ ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരുന്നതോടെ ആ ക്വീൻ നഷ്ടപ്പെടാം. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ E8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വീണ്ടും അതുപോലെ ഒരു അറ്റാക്ക് തന്നെ കൊടുക്കുകയാണ്. നൈറ്റ് വെച്ച് G7ലെ പോയിന്റ് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 2 സ്ക്വയറുകളുണ്ട്. അതിൽ D8ലേക്ക് പോകുന്നത് അത്ര നല്ല മൂവല്ല. അങ്ങനെ D8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് E6ലേക്ക് ഒന്ന് ആ ക്വീനെതിരെ അറ്റാക്ക് വരുന്നതോടെ ക്വീൻ ട്രാപ്പിലാകും. അതുകൊണ്ട് D8ലേക്ക് മൂവ് ചെയ്യുന്നില്ല. പകരം F8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ തന്നെ ഈ നൈറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് ഈ ബിഷപ്പിനെ വെട്ടിമാറ്റിക്കൊണ്ട് വലിയൊരു പ്രശ്നം ഒഴിവാക്കാൻ കഴിയും.
അതുകൊണ്ട് ആദ്യം ആ ബിഷപ്പിനോടൊന്ന് മാറ്റാണ്. ബിഷപ്പിനെ E6 കൊണ്ടുവന്ന് ക്വീനിന് വരെ അറ്റാക്ക് കൊടുക്കുന്നു. ആ ക്വീൻ ഇപ്പോൾ സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. ബ്ലാക്ക് ക്വീനെ D8 മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബിഷപ്പിനെ H6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഈ ക്വീൻ കൂടെ അറ്റാക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് വേഗം അത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പ് വെച്ച് E4 പോയിന്റ് എടുത്തുകൊണ്ട് F3 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇതോടെ അടുത്ത 2 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 2 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് തന്നെ പലർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാണ്. ആദ്യത്തെ മൂവ് ഇതാണ്. നൈറ്റിനെ H5 മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർട്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് E8 മാറേണ്ടി വരുന്നു. ഈ സമയത്ത് നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്തോടെ ചെക്ക്മേറ്റായി. ഇത് അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിൽ കളിച്ചൊരു ഗെയിമാണ്. ആദ്യം വെറുതെ ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്തെങ്കിലും പിന്നീട് എതിരാളിയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ചൊരു അറ്റാക്ക് നടത്തിയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.